നരകത്തിൽ ഒരുപാട് ആളുകൾ ഈ ഉമ്മത്തിൽ നിന്ന് കടക്കാൻ പോകുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു വാക്കുകൊടുത്ത നബിയെ അങ്ങനെ ഉണ്ട്. ഇന്ന മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യഅദുമു ഫിന്നാരി ഹത്താ യകൂന അഹദു സവായാഹാ. സഹീഹിൽ വന്ന ഹദീസാണ്. നരകത്തിന്റെ ഒരു മൂല നിറയാൻ മാത്രം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ ചില ആളുകൾ പ്രവേശിക്കുന്നുണ്ട്. നബി തങ്ങളുടെ കാലത്തിന് ശേഷം വന്ന ആളുകൾ, നബിയെ സ്വീകരിച്ച ഉമ്മത്തുൽ ഇജാബ, ഉമ്മത്തുൽ ദഅവ, ഈ രണ്ട് വിഭാഗമാണ് നബിക്ക് ശേഷമുള്ളത്. നമ്മളൊക്കെ ഇൻഷാ അല്ലാഹ് ഉമ്മത്തുൽ ഇജാബയിൽ പെടണം. നബി തങ്ങളുടെ വിളിക്ക് ഉത്തരം കൊടുത്ത ആളുകളാണ് അങ്ങനത്തെ ഉമ്മത്തികൾ. നബിയുടെ ഉമ്മത്തികൾ എന്ന് പറയുന്നത് നബിയുടെ കാലശേഷം വന്നവരിൽ ഉമ്മത്തുൽ ദഅവ, പ്രബോധനം ആരുമായി ബന്ധിച്ചിരിക്കുന്നവോ മുസ്ലിം അല്ലാത്ത ആളുകൾ, അവർ ഉമ്മത്തുൽ ദഅവയാണ്. മുസ്ലിമായ ആളുകൾ ഉമ്മത്തുൽ ഇജാബയാണ്. ഇൻഷാ അല്ലാഹ് ഉമ്മത്തുൽ ഇജാബയിൽ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അംഗീകരിച്ചവരിൽ തെറ്റ് ചെയ്തു പോയ ആളുകൾക്ക് അല്ലാഹു പുറത്തു കൊടുത്തില്ല എങ്കിൽ നരകത്തിൽ കടക്കേണ്ടി വരും. പക്ഷേ കാലാകാലം കടക്കുക എന്ന ശിക്ഷ അവർക്ക് വരില്ല, എന്നെങ്കിലുമായി അവിടെ നിന്ന് രക്ഷപ്പെടും. പക്ഷേ അല്ലാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ നരകത്തിൽ കടക്കേണ്ടി വരും. അല്ലാഹു ഒരു നിമിഷം പോലും നരകത്തിൽ കടക്കാതെ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രയാണ് പറഞ്ഞത്? മൻ യഅ്ലുമു ഫിന്നാർ, നരകത്തിൽ ഒരുപാടുണ്ട്. ഹത്താ യകൂന അഹദ സവായാഹാ, നരകത്തിന്റെ മൂലയിൽ ഒരു മൂല മുഴുവനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹത്തിൽ വന്ന ആളുകളാണ്. അങ്ങനെ വലിയൊരു വിഭാഗം നരകത്തിൽ വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചില ഹദീസുകളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായ പ്രതീക്ഷ തോന്നും. ഇൻഷാ അല്ലാഹ് ഒരിക്കലും നരകത്തിൽ കടക്കൂല, ഒരിക്കലും പോവില്ല എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അള്ളാഹുവിന്റെ മാപ്പും അള്ളാഹുവിന്റെ കാരുണ്യവും ഇല്ലെങ്കിൽ തെറ്റ് ചെയ്ത ആളുകൾക്ക് നരകമാണ്. അതാണ് ഏറ്റവും വലിയ വിഷമം. നമ്മൾ പേടിക്കേണ്ടതും അതാണ്. ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ നമ്മൾ നരകം അർഹിച്ചു എന്നാണ്. അള്ളാഹു വിട്ടുപുറത്ത് ഒഴിവാക്കി തന്നാൽ അല്ലാതെ അത് ഒഴിവായി പോവില്ലല്ലോ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹു പുറത്തു തരട്ടെ, അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു صلوا على النبي محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നരകത്തിലെ ഏറ്റവും നിസ്സാരമായ ശിക്ഷ അനുഭവിക്കുന്ന ഒരാളിന്റെ കഥ പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്വനു അഹ്ലിൻ നാരി അദാബൻ യൗമൽ ഖിയാമഹ മൻ യകൂനു തഹ്ത ഖദമൈഹി ജംറതാനി യഗ്ലാ മിൻഹുമാ ദിമാഹു. അഹ്വനു അഹ്ലിൻ നാരി അദാബൻ യൗമൽ ഖിയാമഹ, അന്ത്യനാളിൽ നരകത്തിൽ വെച്ച് ശിക്ഷിക്കപ്പെടുന്ന ഒരാളിൽ ഏറ്റവും നിസ്സാരമായ ശിക്ഷ നൽകപ്പെടുന്ന ഒരാൾ മൻ, ഒരാളാണ്. യകൂനു തഹ്ത ഖദമൈഹി, വേറെ ഹദീസിൽ തഹ്ത അഖ്മുസി ഖദമൈഹി എന്നുണ്ട്. കാലിന്റെ താഴെ എന്താ സംഭവിക്കുന്നത്? ജംറതാനി, രണ്ട് തീക്കട്ടകൾ അല്ലാഹു വെച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ. നരകത്തിന്റെ തീയല്ല, നരകത്തിലെ രണ്ട് തീക്കട്ടകൾ, അല്ലാഹു തീക്കനലുകൾ കാലിന്റെ അടിയിൽ വെച്ചു കൊടുക്കും. യഗ്ലാ മിൻഹുമാ ദിമാഹു, ആ കാലിന്റെ താഴെ കിടക്കുന്ന നരകത്തിന്റെ കനലിന്റെ ചൂടുകൊണ്ട് തലക്കുള്ളിലെ തലച്ചോറ് പോലും തിളച്ചു മറിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യൻ വിചാരിക്കും എന്നെ പോലെ ശിക്ഷിക്കപ്പെടുന്ന ഒരാളും ഇല്ലല്ലോ. സംഗതിയിലോ വഹുവ അഹ്ലുൻ നാരി അഹ്വനു അഹ്ലിൻ നാരി അദാബൻ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ് അനുഭവിക്കുന്നത്. പക്ഷെ അയാൾക്ക് തോന്നുന്നത് എന്നെ പോലെ ശിക്ഷിക്കപ്പെടുന്ന ഒരാളില്ലല്ലോ റബ്ബേ, എന്നെക്കാണ് ആർക്കാണ് ഇതിലേറെ ശിക്ഷ ഉണ്ടാവുക, ഞാനാണല്ലോ ഏറ്റവും വലിയ ശിക്ഷ അനുഭവിക്കുന്നത് എന്ന്. സത്യത്തിൽ അയാൾ ഏറ്റവും ചെറിയ ശിക്ഷ അങ്ങനെയാണ്. കാലിന്റെ അടിയിലെ രണ്ട് കനലങ്ങ് വെച്ചാൽ തലച്ചോറ് അവിടെ തിളച്ചു മറിയും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് കാണാൻ കഴിയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എപ്പോഴും നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കണം. നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നത് ഇബാദുർ റഹ്മാന്റെ അടയാളമാണ്. വല്ലദീന യഖൂലൂന, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന
غراما إنها ساءت مستقرا ومقاما. അല്ലാഹുവേ നരകത്തെ ഞങ്ങളെ കാക്കണേ തമ്പുരാനെ. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗം ഇബാദുർ റഹ്മാൻ, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞ ആ അടയാളങ്ങളിൽ രണ്ട് പ്രാർത്ഥനകൾ പറഞ്ഞു. ഒന്ന് നമുക്കറിയാം, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നവർ അല്ലാഹുവിന്റെ വളരെ ഇഷ്ടപ്പെട്ട ആളുകളാണ്. അതിന്റെ മുമ്പ് പറഞ്ഞ പ്രാർത്ഥനയാണിത്, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം. റബ്ബേ, നിന്റെ നരകത്തിന്റെ ശിക്ഷ ഞങ്ങൾക്ക് തൊടാതെ നീ കാക്കണം തമ്പുരാനെ. ഇന്ന അദാബഹാ കാന ഗറാമ. ആ നരക ശിക്ഷ ഞങ്ങളിന്ന് ഒഴിഞ്ഞു മാറാതെ അത് ഞങ്ങളെ പിടിച്ചു വലിച്ചു മുറുക്കുമല്ല പടച്ചവനെ. ഇന്നഹാ സാഅത മുസ്തഖറൻ വമുഖാമ. അല്ലാഹുവേ, ഒരിക്കലും താമസിക്കാൻ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരിടമാണ് റബ്ബേ നരകം. ഞങ്ങളിൽ നിന്നും നരകത്തെ നീ തട്ടിമാറ്റണമേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നവർ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ ദുആവും എന്ത് ചെയ്യാ, പഠിച്ചു വെക്കുക. സൂറത്തുൽ ഫുർഖാനിലെ ഏകദേശം ഒരു 64 ആ ഒരു ഏകദേശം ആയത്തായിരിക്കും. വല്ലദീന യഖൂലൂന റബ്ബ് 66 ആയത്ത് 66 സൂറത്തുൽ ഫുർഖാൻ. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. 65 66 സൂറത്തുൽ ഫുർഖാൻ. ഈ രണ്ട് ആയത്തുകളിൽ വന്ന ആ ദുആ പഠിച്ചു വെക്കുക. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ. പിന്നെ അടുത്ത റബ്ബന ഹബ് ലനാ എന്ന് പറഞ്ഞ ദുആ പറഞ്ഞത് സൂറത്ത് അവസാനിക്കുന്നതിന്റെ 2-3 ആയത്തുകൾക്കും 74 ആയത്താണ് വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ. ഈ രണ്ട് ദുആയും സത്യവിശ്വാസികളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഒന്ന് നരകത്തു നിന്ന് കാക്കണേ, മറ്റൊന്ന് മക്കളിലും ഞങ്ങളുടെ ഇണകളിലും. പെണ്ണിനെ സംബന്ധിച്ചോളം ഭർത്താവിൽ, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയിൽ, മക്കളിൽ കൺകുളിർമയെ തരയണമേ. ഇത് രണ്ടും പ്രാർത്ഥന, ഈ രണ്ട് പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുന്നവർ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളിൽ കാരുണ്യവാൻ, ഇബാദുർ റഹ്മാൻ, കാരുണ്യവാന്റെ പ്രത്യേകമായി ഇഷ്ടപ്പെട്ട അടിമകളുടെ ചില ലക്ഷണങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു ആ പ്രാർത്ഥന ഇൻഷാ അല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിന് ആരൊക്കെ കാവൽ ചോദിക്കുന്നുവോ അവർക്ക് നരകത്തിന് കാവലുണ്ട്. സ്വർഗം വേണമെന്ന് ആരൊക്കെ ചോദിക്കുന്നുവോ അവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കും. നമ്മൾ ചോദിക്കുക, അള്ളാഹു തആല തരട്ടെ, അള്ളാഹു തെരുമാറാകട്ടെ. മഹാനായ അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു തആല പറയായിരുന്നു, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ട് എന്നെ അള്ളാഹു സ്വർഗത്തിൽ കടത്തുന്നതിനേക്കാളൊക്കെ എനിക്ക് തോന്നുന്നു നല്ലത് എല്ലാ നന്മയും ചെയ്ത് അള്ളാഹു എന്നെ നരകത്തിലിടുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും മെച്ചം. എന്റെ ഒന്നുമല്ല, തെറ്റ് ചെയ്തിട്ട് അള്ളാഹു എന്നെ സ്വർഗത്തിൽ കടത്തുമ്പോ ആ തെറ്റ് ചെയ്തതിന്റെ ഒരു മാനക്കേടില്ലേ, അള്ളാഹുവിനെ കാണണ്ടേ, ഞാൻ അവനെ എതിര് ചെയ്തില്ലേ, എങ്ങനെയാ ഞാൻ റബ്ബിനെ ഫേസ് ചെയ്യാ, ആ ഒരു വിഷമം എനിക്ക് തോന്നും. പിന്നെ ഞാൻ ഒരുപാട് നന്മ ചെയ്തു എന്നിട്ട് അള്ളാഹുവിനെ നരകത്തിലിട്ടു എന്ന് വിചാരിക്കാം, അള്ളാഹുവിനെ രക്ഷപ്പെടുത്തുന്ന ഒരു പ്രതീക്ഷയിൽ ജീവിക്കാം. ഇത് അള്ളാഹുവിന്റെ പരമാധികാരമാണ്. പക്ഷെ ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ തെറ്റ് ചെയ്തില്ലല്ലോ, ഞാൻ നിരപരാധിയാണല്ലോ എന്ന് ചിന്തിച്ച് എനിക്ക് ആശ്വസിക്കാൻ കഴിയും. എനിക്ക് അതാണ് ഇഷ്ടം. തിന്മ ചെയ്യുന്ന എനിക്ക് അത്രക്ക് പേടിയാണ്. എന്റെ റബ്ബിനെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യാ? അല്ലെ, മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല ഹജ്ജിന് പോയിട്ട് അറഫയിലെ ആ കുന്നിലെ കല്ലുകളിൽ ചാരി നിന്നിട്ട് ബഹുമാനപ്പെട്ടവരിങ്ങനെ പറയാണ്, വാ ഹസറത വലൗ ഗഫർതലി, വാ ഹസറത വലൗ ഗഫർതലി, വാ ഹസറത വലൗ ഗഫർതലി. പടച്ചവനെ, നീ എനിക്ക് പുറത്തു തന്നാൽ തന്നെയും എന്തൊരു മാനക്കേട് റബ്ബേ, എന്തൊരു സങ്കടം പടച്ചവനെ. നീ ഈ ദിവസം അറഫയുടെ രാവിൽ, അറഫയുടെ പകലിൽ നീ പുറത്തു തരുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ വാ ഹസറത, നീ പുറത്തു തന്നാലും ഞാൻ ആ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ റബ്ബേ, ഞാൻ നിനക്കെതിരെ ചെയ്തല്ലോ, നീ മാപ്പ് ചെയ്തെന്ന് ശരിയാണ്, പക്ഷേ എന്നാലും ഒരു മാനക്കേട് അവിടെ ബാക്കിയുണ്ടല്ലോ പടച്ചവനെ, അല്ലാഹുവേ എന്നൊക്കെ പറയുമായിരുന്നു അള്ളാഹുവിന്റെ വലിയ വലിയ മഹത്തുക്കളായ ആളുകൾ. സുബ്ഹാനല്ലാഹ്. ഇതേ മഹാനാ പറഞ്ഞത്, യാ റബ്ബേ, എന്നെ കൊണ്ട് ഈ ഹജ്ജിന് വന്ന ആൾക്കാർക്ക് നീ പുറത്തു കൊടുക്കാതിരിക്കരുതട്ടോ പടച്ചവനെ. ഞാനുണ്ട് എന്ന് വിചാരിച്ച്, ഞാൻ കാരണം, ഞാനില്ലായിരുന്നെങ്കിൽ നീ ഇവരോടെല്ലാം ഇന്നി ഗഫർതു
ചോദിക്കുന്നവർക്കും നീ ഇവരോട് പറയുകയും നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നു എന്ന് നീ പറയുമായിരിക്കാം. പടച്ചവനെ, ഞാനുണ്ടായിരിക്കെ ഈ ഹജ്ജിന് ഞാൻ വന്നു എന്ന് വിചാരിച്ചിട്ട് പടച്ചവനെ എന്നെ കൊണ്ട് ഇവർക്കാർക്കും പുറത്തു കൊടുക്കാതിരിക്കരുത് കേട്ടോ എന്ന് പറയുമായിരുന്നു അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളിൽ മഹാത്മഹത്തുക്കളായവരൊക്കെ. അപ്പോ തെറ്റ് സംഭവിച്ചു പോകുന്നത് വലിയ അപമാനമാണ്. അള്ളാഹുവിനെ എങ്ങനെ ഫേസ് ചെയ്യുക? നമ്മൾ നമ്മുടെ ഒരു മാനേജർ പറഞ്ഞൊരു എതിര് ചെയ്തു, നമ്മളൊരു കാര്യം ചീറ്റ് ചെയ്തു, ഒരു വഞ്ചന ചെയ്തു, അത് പിടിക്കപ്പെട്ടു, മാപ്പ് ചെയ്തെന്നു. എങ്ങനെയാ ആളെ നമ്മൾ കാണുമ്പോ ഒരു മാനക്കേട് തോന്നൂലേ? നമ്മൾ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോരോ അബദ്ധങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അത് ആള് പുറത്തു തന്നാൽ തന്നെയും പോയല്ലോ, ഇപ്പൊ എങ്ങനെ ആയാലും ആ തെറ്റ് സംഭവിച്ചില്ലേ. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. സംഭവിച്ചു പോകുന്നത് അള്ളാഹു പുറത്തു തരട്ടെ, അല്ലെ? മനുഷ്യന്മാര് പുറത്തു തരാൻ വലിയ പ്രയാസമാണ്. മനുഷ്യരുടെ മനസ്സിൽ നിന്നും അത്ര പെട്ടെന്ന് മാഞ്ഞു പോവില്ല. അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് മാഞ്ഞു പോകും. അള്ളാഹു അത് ഇല്ലാതാക്കി തരും. പക്ഷേ എന്റെ രക്ഷിതാവും ഉടമസ്ഥനുമായ റബ്ബിന് ഞാൻ എതിര് ചെയ്യുന്നുവല്ലോ, ഞാൻ ചെയ്തുവല്ലോ എന്നൊരു കുറ്റബോധം മനസ്സിൽ എപ്പോഴും ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ കാണും. അള്ളാഹു അത് പുറത്തു വന്നിട്ടുണ്ടാവും, അള്ളാഹു മാപ്പ് ചെയ്തിട്ടുണ്ടാവും. അള്ളാഹു മാപ്പ് ചെയ്ത് തരുമാറാകട്ടെ. കാരണം ഏത് തെറ്റിനും നരകം ശിക്ഷയായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഉലമാ പറയുന്നത് ഏത് ചെറുദോഷമാണെങ്കിലും വൻദോഷമാണെങ്കിലും ആ തെറ്റിന് തൗബ നിർബന്ധമാണ്. നമ്മൾ സാധാരണ പറയാം എങ്ങനെയാണ്? വൻ പാപങ്ങൾക്കാണ് തൗബ നിർബന്ധമുള്ളൂ എന്ന് പറയാം. വൻ പാപം എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത ഒരാളെ ആരാധിക്കുന്നത്, ശിർക്ക് ചെയ്യുന്നത്, സിഹർ ചെയ്യുന്നത്, പിന്നെ യുദ്ധക്കളത്തിൽ നിന്ന് ഇറങ്ങി ഓടുന്നത്, മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്നത്, പിന്നെ പലിശ ഇടപാടുകൾ ചെയ്യുന്നത്, ഇതൊക്കെ വൻപാപങ്ങൾ എണ്ണിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൻപാപങ്ങളാണെന്നാണ്. അതിനൊക്കെ തൗബ നിർബന്ധം, നോ ഡൗട്ട്. പക്ഷെ ഉലമാ, നമ്മുടെ തസൗഫിന്റെ ഉലമാ ഇടപെട്ടുകൊണ്ട് പറയാം, അത് മാത്രം പോരല്ലോ. ചെറിയ തെറ്റാണെങ്കിലും തൗബ ചെയ്യണ്ടേ? തെറ്റ് ചെറുതോ വലുതോ എന്നല്ലല്ലോ നോക്കേണ്ടത്, ആർക്കെതിരാണ് നമ്മൾ ഈ ചെയ്തത്, ആരോടാണ് ഇത് ചെയ്തത്, അവിടെയല്ലേ പ്രശ്നം. ആർക്കെതിരെ ചെയ്തു? അള്ളാഹുവിനെതിരല്ലേ ഈ ചെയ്തത്. മിനിമം നമ്മൾ കാണാൻ പാടില്ലാത്ത ഒരു ചിത്രമോ അല്ലെങ്കിൽ ഒരു വീഡിയോയോ ഒരാളിനെയോ ഒരു പെണ്ണിനെയോ നമ്മൾ നോക്കിക്കഴിഞ്ഞു, റബ്ബേനി ഞാൻ ചെയ്യൂല പടച്ചവനെ, തൗബ ചെയ്ത് മടങ്ങാം. തിന്മയിൽ തിന്മ സംഭവിച്ചു പോയി തൗബ ചെയ്ത് മടങ്ങുന്നവർ തിന്മ ചെയ്യാത്തവരെ പോലെ എന്ന വലിയ ഒരു സമാധാന വാക്ക് അള്ളാഹുവിൽ നിന്ന് നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ ഒരു ആശ്വാസവാക്കില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ എങ്ങനെയാ തലയുയർത്തി നടക്കുക? എങ്ങനെയാണ് നമ്മൾ ആ ഒരു പാപഭാരം കൊണ്ട് നടക്കുക? അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരാം, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങിക്കോ, അള്ളാഹു നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ പാപങ്ങൾ ഇല്ലാതെയാക്കി തരും. അപ്പോ ഏത് ചെറുതിനും വലുതിനും തൗബ ചെയ്തോളി. അള്ളാഹുവിന്റെ നിരന്തരമായി ചെയ്യുന്ന ചെറുദോഷം പിന്നെ ചെറുദോഷം എന്ന് പറഞ്ഞുകൂടാ, അത് വൻദോഷമാണ്, അത് വൻദോഷമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ എത്ര വലിയ വൻപാപമാണെങ്കിലും തൗബ ചെയ്തു കഴിഞ്ഞാൽ അത് അള്ളാഹു ഒഴിവാക്കി തരും. എത്ര ചെറിയ ചെറുദോഷമാണെന്ന് ഇരിക്കട്ടെ, ആ ചെറുദോഷം നിരന്തരമായി ചെയ്തു കഴിഞ്ഞാൽ അത് വൻപാപമായി മാറും. ഇസ്റാർ, നിരന്തരം ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ് വലിയ തെറ്റാണ്. ഒരു വലിയ തെറ്റ് സംഭവിച്ചു ഉടൻ നമ്മൾ അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങി, പശ്ചാത്തപിച്ച് മടങ്ങി, സങ്കടപ്പെട്ട് മടങ്ങി, എന്നാൽ അത് അള്ളാഹുവിന്റെ മുമ്പിൽ പിന്നെ ചെറുദോഷത്തെക്കാളും ചെറുതാണ്. അള്ളാഹു തആല നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ. കാരണം അള്ളാഹുവിന്റെ ശിക്ഷ ഭയങ്കരമാണ്. അള്ളാഹു ഗഫാറാൻ, അള്ളാഹു തആല ശദീദുൽ ഇഖാബാൻ, ധാരാളം ശിക്ഷിക്കുന്നവനാണ്. അള്ളാഹുവേ, നിന്റെ നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണം തമ്പുരാനെ.